ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നതിലെ ചില കൺസെപ്റ്റുകളെ കുറിച്ചാണ്. അതായത് ഇതിലാദ്യം പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. മെഷർമെൻറ്റ് പോസിബിളായിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു, ആ ലൈനെ എ ബി എന്ന് വിളിച്ചെന്ന് കരുതുക. എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ, ആ ലൈനിൻ്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുമല്ലോ. ഒരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ലൈനിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ലെങ്ത് എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് അതിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. മെഷർമെൻറ്റ് പോസിബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിച്ചു. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്നും രണ്ടാമത്തത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നും വിളിക്കാൻ സാധിക്കും. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഒന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലിരിക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നവയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു 7 ക്വാണ്ടിറ്റീസ് ആണുള്ളത്, 7 എണ്ണം. ആ 7 എണ്ണം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ലെങ്ത്, 2 മാസ്, 3 ടൈം, 4 ടെമ്പറേച്ചർ, 5 കറണ്ട്, 6 ലൂമിനസ് ഇൻറ്റൻസിറ്റി, 7 എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ്. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലിരിക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അത് 7 എണ്ണമാണുള്ളത്. ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നവയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ആ പേര് പോലെ തന്നെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ്. സോ ലെങ്ത് ബൈ ടൈം എന്നായില്ലേ. ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, ടൈം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ലെങ്തും ടൈമും ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്താണ് വെലോസിറ്റി. സോ വെലോസിറ്റി ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ ഇനി നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ആക്സിലറേഷൻ പറയാൻ പറ്റും, മൊമെൻറ്റം പറയാൻ പറ്റും, ഫോഴ്സ് പറയാൻ പറ്റും. ഇതെല്ലാം എങ്ങനെയുള്ളതാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നും ഒന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 7 എണ്ണമാണുള്ളത്. ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ലെങ്ത്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം, വർക്ക്, പവർ, ഇതെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസാണ്.